വെൽക്കം ബാക്ക്. പുതിയ വാർത്തകൾ, പ്രധാനപ്പെട്ട വാർത്തകൾ, വൻ വാർത്ത തുടരുന്നു. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് ഉച്ചകോടിയിലേക്കാണ് ക്ഷണം. വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾ വികസിപ്പിക്കാൻ തന്ത്രപ്രധാനമായി മുന്നോട്ട് നീങ്ങാനാണ് ശ്രമം. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ ചേർന്നു. ബൽറാം, ആനയും ഡ്രാഗനും ഒന്നിക്കുമ്പോൾ പുതിയ വിദേശ സമവാക്യങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ, വിശാലമാക്കാൻ, വിപുലമാക്കാൻ കൂടുതൽ ശ്രമങ്ങൾ. വിവരങ്ങൾ. സുഹൈൽ, 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചൈന സന്ദർശനത്തിൽ അദ്ദേഹം ചൈനയിൽ വെച്ച് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ അതിൽ പ്രധാനമായും ഈ കിഴക്കൻ ലഡാക്കിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടായ ഈ സംഘർഷം, നയതന്ത്ര മേഖലയിൽ അടക്കമുള്ള സംഘർഷം, അതിന് ഒരു ശാശ്വത പരിഹാരവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളായിരിക്കും പ്രധാനം എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. അതിനപ്പുറത്തേക്ക് സമഗ്ര മേഖലകൾ, പ്രത്യേകിച്ച് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങൾ, സഹകരണം ഉൾപ്പെടെ മെച്ചപ്പെടുത്തുന്നതിനുള്ള ചർച്ചകൾ ഈ ഒരു കൂടിക്കാഴ്ചയിൽ ഉണ്ടായി എന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ നിന്നും വ്യക്തമാകുന്നത്. ഒപ്പം തന്നെ ബ്രിക്സ് ഉച്ചകോടിയിൽ, ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഷീ ജിൻപിങ്ങിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അതിന് ഷീ ജിൻപിങ് പ്രധാനമന്ത്രിയോട് നന്ദി അറിയിച്ചിരിക്കുന്നു. കൂടാതെ വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾ വികസിപ്പിക്കാനും വ്യാപാര കമ്മി കുറയ്ക്കാനും തന്ത്രപ്രധാനമായ ദിശയിൽ മുന്നോട്ട് നീങ്ങണം എന്ന നിർദ്ദേശം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ കൂടിക്കാഴ്ചയിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഭീകരതയടക്കമുള്ള ഉഭയകക്ഷി, പ്രാദേശിക, ആഗോള വിഷയങ്ങളിൽ പൊതു നിലപാട് വികസിപ്പിക്കണം എന്നുള്ള നിർദ്ദേശവും പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചിരിക്കുന്നു. ചൈനയിൽ നിന്നും അനുകൂലമായ പ്രതികരണമാണ് ഈ വിഷയത്തോട് ഉണ്ടായിരിക്കുന്നത് എന്നാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നത്. ഒപ്പം തന്നെ ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വവുമായും കൂടിക്കാഴ്ച നടത്തിയതായി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. സുഹൈൽ, എന്തായാലും അതിർത്തി വിഷയങ്ങളിലേക്ക് അടക്കം സമവായത്തിലെത്തി വിശാലമായ വ്യാപാര വ്യവസായ കരാറുകളിലെത്തി ആ ബന്ധം ദൃഢമാക്കാൻ ഇപ്പോൾ ബ്രിക്സ് ഉച്ചകോടിയിലേക്കടക്കം ചൈനീസ് പ്രസിഡന്റിനെ നരേന്ദ്രമോദി ക്ഷണിച്ചിരിക്കുന്നു. ബൽറാം നെടുങ്ങാടിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്കാണ്.